നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 21 ഏപ്രിൽ 2025, അതായത് നാളത്തെ തിങ്കളാഴ്ചത്തെ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു വലിയ റാലി ഉണ്ടായിരുന്നു അല്ലേ. 23,300 എന്ന് പറയുന്ന ലെവലിൽ നിന്നും, മേജർ സപ്പോർട്ട് ലെവലിൽ നിന്നും 23,800 ക്രോസ് ചെയ്ത് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ബൈ ചെയ്ത എല്ലാവർക്കും തന്നെ, ഞാൻ ഓപ്ഷൻ ബയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അൽഗോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത എല്ലാവർക്കും, അതായത് മൊമെന്റം ബേസ്ഡ് അൽഗോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് സെറ്റപ്പ് ഓട്ടോമേറ്റ് ചെയ്ത എല്ലാവർക്കും, അൽഗോ ട്രേഡിംഗ് ചെയ്ത എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ, അതായത് 100 പോയിന്റ്സിൽ കൂടുതൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നേടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് 17th ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ, അതായത് 21 ഏപ്രിലെ മേജർ ലെവൽസ്, നിഫ്റ്റിയിലെ മേജർ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 23,600 എന്ന ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. 23,600 എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ ഒരു മേജർ ലെവൽ തന്നെയാണ്. 23,600 മുകളിലേക്കാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ 23,718 എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ മേജർ ഒരു 23,600 കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു മേജർ ലെവലാണ്. അതിനുശേഷം ഒരു മേജർ ലെവൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 23,800 ആണ്. പക്ഷെ ഞാൻ ആ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ലെവൽ മാർക്ക് ചെയ്യാതിരുന്നത്. 23,800 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ലെവലാണ്. അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കാണുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,880 എന്ന് പറയുന്ന ലെവലാണ്. ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,000 ആണ്. 24,000 നമ്മളുടെ ഒരു മേജർ റെസിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. ഇനി 23,600 അല്ലെങ്കിൽ 23,650 എന്ന് പറയുന്ന ഈ ലെവൽസിന് താഴേക്കാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരുന്ന ഒരു മേജർ ലെവൽ എന്ന് പറയുന്നത് 23,431 എന്ന് പറയുന്നതാണ് മേജർ സപ്പോർട്ടായിട്ട് വരുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും 23,300 എന്ന് പറയുന്ന ലെവൽ കൂടി എന്താണ് പറയുക, ഒരു മേജർ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ റാലിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം മാർക്കറ്റുകൾ വളരെ കരുതലോടുകൂടിയും വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റിലേക്ക് വരുന്ന ബയേഴ്സ് എല്ലാം തന്നെ, ഓപ്ഷൻ ബയേഴ്സ് എല്ലാവരും തന്നെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് തന്നെ നിങ്ങൾ എന്താണ് പറയുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ കൂടി വാച്ച് ചെയ്യുക, കറക്റ്റായിട്ട് മാർക്കറ്റ് ലെവൽസ് കൂടി ഫോളോ ചെയ്യുക. ഇപ്പോഴും മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ്. എന്നാലും ഞാൻ കുറച്ച് കരുതലോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു റാലി ഉണ്ടായ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ വളരെ നല്ല രീതിയിൽ, വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.